നാളെ തന്നെ ഒരു മൂടില്ല, നമുക്ക് രാത്രി നോക്കാം എന്നും പറഞ്ഞവൻ സോഫയിലേക്ക് ഇരുന്നു. ഇന്ന് നീ നടക്കാൻ വയ്യാതെ എങ്ങനെ വരും? ഇന്ന് ഒരു ദിവസം നീ എന്റെ കാര്യം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ട് എന്റെ ഭാര്യ വരാൻ നോക്കും എന്ന് പറഞ്ഞവൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുവാണ്. ഭാര്യയോ? നിങ്ങൾ എന്നെ ഒരു വേശ്യയുടെ കൂട്ടത്തിലല്ലേ കാണുന്നത്? ഓ അത് അതെ, ഇന്നലെ വരെ അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടെ എനിക്കത് മാറി. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോടി നീ. ഇന്നലെ സ്റ്റെല്ല പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. നീ എന്താ കരുതി ഞാനൊന്നും അറിയില്ലെന്നോ? എന്തൊക്കെയാ അലക്സ് അസൈൻമെന്റ് എഴുതി കൊടുക്കുന്നു, അത് വാങ്ങുന്നു, കൊണ്ടുവന്ന് തരുന്നു. നിന്റെ അടി മുതൽ മുടി വരെ എനിക്ക് കാണാതറിയാം. എന്നിട്ടാണ് നിന്റെ കൈയക്ഷരം. അവന്റെ ഒപ്പം കൈ പിടിച്ച് നടക്കുന്നു, ഒട്ടിയിരുമി ഇരിക്കുന്നു, അസൈൻമെന്റ് എഴുതി കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇത്രയൊക്കെ ചെയ്തതിനെ ഞാൻ ഏത് ഗണത്തിൽ പെടുത്തണം? ഇനി എന്റെ കൂടെ ബെഡിൽ കിടക്കുന്ന പോലെ നാളെ ഇനി വല്ല ക്ലാസ് റൂമിലെ ബെഞ്ചിലോ അവന്റെ ഒപ്പം കിടക്കുന്ന കണ്ടുപരിപാടി എനിക്ക്. ഇനി ക്ലാസ്സിൽ വെച്ചാണോ അല്ലെ നീ വീട്ടിലേക്ക് പോകുമോ അവന്റെ? അതോ ഇനി വല്ല റൂമും? ഞാൻ വിചാരിച്ചത് എന്റെ സ്പർശനത്തിലെ സുഖത്തിൽ നീ ഒതുങ്ങുന്ന. ഓ സുഖം അത് നിനക്ക് കിട്ടുന്നില്ല അല്ലേ? വേദനയല്ലേ? അപ്പൊ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു പെണ്ണല്ലേ, വികാരവും വിചാരവും ഒക്കെ നിനക്കും ഉണ്ടല്ലോ. എന്നെ നിങ്ങൾ അങ്ങനെയാണോ കണ്ടത്? ഞാൻ അത്തരത്തിലുള്ള ഒരു പെണ്ണാണോ? ഞാൻ ഒരുത്തിന് മാത്രമേ എന്റെ ജീവിതത്തെ വഴങ്ങി കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്കാണ്. ഞാൻ അങ്ങനെ പോണ പെണ്ണല്ല. എന്നെ പറ്റി ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ ഒരിക്കലും ഒരു പുരുഷന്റെ സ്പർശനം ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ പോലും. നിങ്ങൾ തരുന്ന വേദനയാണേലും സുഖമാണേലും ഞാനത് ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അന്യ പുരുഷൻ തരുന്ന സുഖത്തിന് പുറകെ പോകാൻ ദക്ഷ അത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല. ഞാൻ എന്റെ അന്ത്യം വരെ നിങ്ങൾക്ക് മാത്രം സ്വന്തമായിരിക്കും. അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. നിങ്ങൾ പലരുടെ കൂടെ കടന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനൊരു ഒറ്റൊരുത്തിന്റെ കൂടെ കടന്നിട്ടുള്ളൂ. ഇനി അത് അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുന്നവരെ. ഉപേക്ഷിച്ചു കഴിഞ്ഞാ എന്താ നീ ആ പണിക്ക് നിൽക്കൂ? കാമത്തിന്റെ പുറകെ പേയ് പിടിച്ച പട്ടിയെ പോലെ നടക്കലല്ല എന്റെ പണി. ശരീരവിദ്യ ജീവിക്കേണ്ട ഗതികേടൊന്നും ദക്ഷയ്ക്ക് വന്നിട്ടില്ല. ഇനി വന്ന എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ വേർപെടുത്താൻ ആരുടെ അനുവാദം എനിക്ക് വേണ്ടല്ലോ. തരംതാന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ്. കൂടുതൽ നിന്ന് ചലിക്കേണ്ടി വരാൻ നോക്ക്. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്നും പറഞ്ഞവൻ അവിടുന്ന് പോകുവാണ്. ദക്ഷമല്ല നടന്നു വരുന്നത് കണ്ട് അവൻ അവളോട് ചോദിച്ചു, ഇന്നെങ്ങാനും നടന്നെത്തുവോ അവിടെ? ഇന്നാണ് കോളേജിൽ പോണ്ടേ, അല്ലാതെ നാളെയല്ല. ഒന്ന് വേഗം വരാൻ നോക്കും. ദക്ഷ യാദവിനെ ഒന്ന് രൂക്ഷമായി നോക്കുക മാത്രം ചെയ്തു. യാദവിന് അവൾ നോക്കിയതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവളോട് പറഞ്ഞു, നീ എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. രാവിലെ തന്നെ എനിക്ക് തരാൻ അറിയാഞ്ഞിട്ടല്ല, ഒന്നുകൂടി താങ്കളുടെ ശക്തി നിന്റെ ശരീരത്തിന് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ നിന്റെ ശരീരത്തിൽ സ്റ്റാമിന ഉണ്ടോ എനർജി ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല. 5 മണി വരെ ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. വന്നിട്ട് വേണം ഒന്നുകൂടി നിന്നെ, അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. നീ ഇങ്ങനെ നോക്കി മൂടാക്കാതെ വന്ന് കാറി കയറാൻ നോക്കൂ. ദക്ഷ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ഇന്നലെ പറഞ്ഞതിന്റെയാണ് ഇന്ന് അവൾ അനുഭവിക്കുന്നത്. ഞാൻ കാറിലൊന്നും വരുന്നില്ല, ഞാൻ നടന്നു വന്നോളാം. യാദവ് ദക്ഷയുടെ അടുത്ത് വന്ന ശേഷം പറഞ്ഞു, നിനക്ക് എത്ര കിട്ടിയാലും നിന്റെ അഹങ്കാരവും നിന്റെ നാക്കിന്റെ നിറവും എനിക്ക് കുറയ്ക്കാൻ പറ്റില്ലാതെ. സാരമില്ല, എനിക്ക് കുറയ്ക്കാൻ നന്നായി അറിയാം. മര്യാദക്ക് വന്ന് കാറി കയറാൻ നോക്ക്, ഇല്ലെങ്കിൽ എനിക്ക് കയറ്റാൻ അറിയാം എന്നും പറഞ്ഞവൻ കാറിലേക്ക് ഇരുന്നു. ദക്ഷ കാറി കയറാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുവാണ്. കാറി കയറാതെ പുറത്തു നിൽക്കുന്ന അവളെ ദേഷ്യത്തോടെ നോക്കി അവൻ പറഞ്ഞു, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് ദക്ഷ. നീയായിട്ട് കയറുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഞാനായിട്ട് കയറ്റാൻ നിന്ന കാറ് വീടിന്റെ പുറത്താണ് എന്നൊന്നും ഞാൻ നോക്കില്ല. കാറെങ്കിൽ കാറ്, ചെയ്യാനുള്ളത് ഞാനങ്ങ് ചെയ്യും. നല്ല മര്യാദക്ക് വിളിക്കണേ, വന്ന് കേറ്. ദക്ഷനൊന്നും മിണ്ടാതെ കാറിലേക്ക് കയറി. യാദവ് ഒരു ദേഷ്യത്തോടെ കാർ എടുത്തു. രാവിലെ തന്നെ ഓരോ നിന്നെ കൊണ്ട് നീ ബാക്കി പറയിപ്പിക്കരുത്. എന്റെ വായിന്ന് കേൾക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ ഇയാൾക്ക് മാത്രമേ നാക്കുള്ളൂ. ഉച്ച ഭാവത്തോടെ ദക്ഷ യാദവിനെ നോക്കിയത് പറഞ്ഞു. യാദവ് കാറ് നിർത്തിയതിനു ശേഷം ദക്ഷയെ നോക്കി പറഞ്ഞു, എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം, ഇല്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത് എന്നും പറഞ്ഞവൻ വീണ്ടും ഡ്രൈവ് ചെയ്യുവാണ്. ദക്ഷ പിന്നെയൊന്നും മിണ്ടിയില്ല. യാദവ് ദക്ഷയെ കോളേജിൽ ഇറക്കിവിട്ട ശേഷം ഒന്ന് ദേഷ്യത്തോടെ നോക്കി പോവുകയാണ്. ദക്ഷ ക്ലാസ്സിൽ ചെന്നത് സ്റ്റെല്ലി സ്റ്റെഫിയും ദക്ഷയുടെ അടുത്ത് വരുവാണ്. ഡി നീ ഒന്ന് നിന്നെ, നീ വന്ന് യാദവ് സാറിനെ എടുക്കാൻ അങ്ങ് വളച്ചല്ലോ. നീ ആള് കൊള്ളാലോടി, വശീകരിക്കാൻ നല്ല കഴിവുണ്ടല്ലോ നിനക്ക്. നിനക്കെന്താടി യാദവ് സാറിന്റെ കാറിലെ കാര്യം? ദക്ഷ രണ്ടുപേരെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം പറഞ്ഞു, എനിക്ക് പല കാര്യം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആരുടെ കൂടെ വരണം, എങ്ങനെ വരണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡി രാവിലെ തന്നെ നീ ഞങ്ങളെ ചൊറിയാൻ നിൽക്കല്ലേ. ചൊറിയെന്നാണെങ്കിൽ പോയി കുളിക്ക്, അല്ലാതെ എന്റെ മെക്കിട്ട് കയറില്ല വേണ്ടേ. നിന്നെ ഞങ്ങള് പിന്നെ കണ്ടോളാടി. ആയിക്കോട്ടെ, സൗകര്യം പോലെ പറഞ്ഞാൽ മതി. സ്റ്റെല്ലി സ്റ്റെഫിയും ആരും കേൾക്കാത്ത രീതി പറഞ്ഞു.
ഡി, നീ അവളുടെ കഴുത്തും ചൂണ്ടൊക്കെ കണ്ടായിരുന്നോ? കണ്ടു. കുറെ മുറുകും ചതവൊക്കെ ഉണ്ട്. ആരോ നന്നായി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. അവള് പോയത് നന്നായി. ഇല്ലെങ്കിൽ അവളുടെ വായിരിക്കണ കേട്ടേനെ. ദക്ഷയ്ക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. യാദവിന്റെ കോപ്പ്, അവനും അവന്റെ കോപ്പിലെ സ്റ്റുഡൻസും. അവൾ ഓരോന്നും പെറുപെറുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ്സിൽ കയറി അവൾ അലക്സ് ഇരിക്കുന്നിടത്തേക്ക് നോക്കി. രണ്ടുപേരും നല്ല സംസാരത്തിലാണ്. ദക്ഷ ഒന്നും മിണ്ടാതെ ബെഞ്ചിൽ പോയിരുന്നു. ഇത് കണ്ട ജിയ, ഡാ ദക്ഷയ്ക്ക് എന്ത് പറ്റി? അവളെന്താ ഒന്നും മിണ്ടാതെ പോയിരിക്കുന്നേ? അറിയില്ല, വാ പോയി നോക്കാം. ജിയ അലക്സും ദക്ഷയുടെ അടുത്ത് വരുവാണ്. ദക്ഷയെ കണ്ട ജിയ അലക്സ് ഒന്ന് ഞെട്ടി. ദക്ഷ, വാട്ട് ഹാപ്പൻ? എന്താടി ഇത്? എന്ത് പറ്റി നിനക്ക്? എന്തേ കഴുത്തിലും ചുട്ടിലൊക്കെ? എന്താ ദക്ഷ, എന്താ ഇത്? എന്താ നിന്റെ ബോഡിയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നേ? ജിയ അവളുടെ നെഞ്ചിലെ തുണിയൊന്ന് മാറ്റി നോക്കി. എന്താടി ഇത്? നീ എന്താ ഇതിനൊന്നും മരുന്ന് വെക്കാത്തെ? എന്ത് പറ്റി? എങ്ങനെയാ ഇത് മുറിഞ്ഞേ? ഒന്ന് വാതോർന്ന് പറയടി. അത് പോട്ടെ, നീ ആശുപത്രി പോയോ? ഒന്ന് മിണ്ടാതിരിക്കുവോ? എനിക്കിന്ന് സമാധാനം താ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് കുറച്ചു നേരം തന്നെ ഇരിക്കണം. ഒന്ന് പോകുവോ? ഇല്ല. നിനക്ക് എന്ത് പറ്റി? ഇത്രയും മുറിയ മാത്രം എന്താ സംഭവിച്ചേ? അതിങ്ങനെ സ്റ്റെയർ കയറുമ്പോ വീണാണ്. വെള്ളം കിടക്കുന്ന ഞാൻ കണ്ടില്ല. പെട്ടെന്ന് വീണുകൊണ്ട് അതും പുറത്തായിരുന്നു. അതാ കല്ലും മറ്റൊക്കെ കൊണ്ട് മുറിഞ്ഞത്. അല്ലാതെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല, അതിന് മാത്രമുള്ള കുഴപ്പമൊന്നുമില്ല. നീ എഴുന്നേറ്റ് വാ, നമുക്ക് പോവാം. വേണ്ട അലക്സ്, എനിക്ക് കുറച്ചു നേരം കിടക്കണം. ഒന്ന് മിണ്ടാതിരിക്കോ രണ്ടുപേരും. അത് പറഞ്ഞാ പറ്റില്ല. വാ ഹോസ്പിറ്റലിൽ പോവാം. പോവാം. എക്സാം കഴിഞ്ഞിട്ട് പോകാം. ഇന്റർവെൽ ആവട്ടെ. പക്ഷെ ദക്ഷ, വേണ്ട, ഒന്ന് മിണ്ടാതിരിക്ക്. ദക്ഷ ബെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. അസഹനീയമായ വേദനയായിരുന്നു അവൾക്ക്. രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ആ ക്ഷീണത്തിൽ അവൾ ബെഞ്ചിൽ തലവെച്ച് കിടന്നുറങ്ങി. ഫസ്റ്റ് പീരീഡ് തന്നെ യാദവ് ക്ലാസ്സിലേക്ക് വന്നു. അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അത് ശ്രദ്ധിക്കുന്നത്. ബെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ദക്ഷയെ. ജിയ, ദക്ഷയോട് എഴുന്നേക്കാൻ പറ. ക്ലാസ്സിൽ വരുന്നത് കിടന്നുറങ്ങാനല്ല. പക്ഷെ സാർ, അവക്ക് വയ്യാതെ കിടക്കുവാ. ഐ ഡോണ്ട് കെയർ. എഴുന്നേപ്പിക്ക്. ജിയക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ദക്ഷ എഴുന്നേൽപ്പിക്കുകയാണ്. എക്സാമിന് എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ബുക്ക് അടച്ചു വെച്ച് വന്ന. ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് എക്സാം ഇടുന്നു. യാദവ് എക്സാം ഇടുവാണ്. ആങ്ങി തൂങ്ങിയിരുന്ന് എഴുതുന്ന ദക്ഷയെ കണ്ടതും അവനോട് സഹതാപം തോന്നി. എക്സാം എഴുതി കഴിഞ്ഞതും ദക്ഷ ബെഞ്ചിന്റെ ഒരു വശത്തായി പേപ്പർ വെച്ച ശേഷം വീണ്ടും അവൾ ബെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. അതോടെ കണ്ടതും യാദവിന് വല്ലാതെ വേദനിച്ചു. പേപ്പർ കളക്ട് ചെയ്ത് കഴിഞ്ഞ് അവൻ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങി. ഡോറിന്റെ അടുത്ത് ചെന്ന് നിന്ന് അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, ദക്ഷ, നിന്നെ ആരോ കാണാൻ വന്നിട്ടുണ്ട്. ബാഗ് എടുത്തോ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുവാണ്. ദക്ഷ ബാഗ് എടുത്തതിന് ശേഷം ജിയെ അലക്സിനെ നോക്കി പറഞ്ഞു, പോട്ടെ ഡി, ചെന്നുടനെ ഹോസ്പിറ്റലിൽ കാണിക്കട്ടോ. ഹോസ്പിറ്റലിൽ കാണിക്കട്ടോ. പിന്നെ ഞാൻ നിന്നെ വൈകുന്നേരം വിളിക്കാം. ഞാൻ പോവാ എന്ന് പറഞ്ഞ അവൾ ക്ലാസ് റൂമിന് പുറത്തു വന്നു. പുറത്തു വന്നതും ദക്ഷ യാദവിനെ നോക്കി ചോദിച്ചു, ആരാ എന്നെ കാണാൻ വന്നേ? നിന്റെ തന്ത. പോയി കാറിയിരിക്കെ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞവൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ചുമ്മാ അറിഞ്ഞായിരുന്നു. എന്നാലും എന്തിനാ കാറിയിരിക്കാൻ പറഞ്ഞു? അവൾ അവിടെ തന്നെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നിന്നോട് ഞാൻ കാറി ഇരിക്കാനല്ലേ പറഞ്ഞു? അല്ല, എന്തിനാന്ന് പറഞ്ഞില്ല. ദക്ഷ ഒന്ന് നോക്കിയതിനു ശേഷം പറഞ്ഞു, വരാൻ നോക്ക് എന്നും പറഞ്ഞ അവൻ അവിടുന്ന് പോകുകയാണ്. കൂടെ ദക്ഷയും. ദൈവമേ, എന്നെ വീണ്ടും ഇയാള്. അയ്യോ, എന്തിനായിരിക്കും എന്നാലും എന്നെ കൊണ്ടുപോകുന്നേ? കാറിന്റെ അടുത്ത് നിന്ന് യാദവ് കാറിലേക്ക് ഇരുന്നു. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? കേറ്. ദക്ഷ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൾ കാറിലേക്ക് കയറിയിരുന്നു. അവൻ ഡ്രൈവ് ചെയ്യുമ്പോഴും അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല. വീടിന്റെ മുമ്പിലായി കാർ നിർത്തി അവളൊന്ന് ഞെട്ടി. നമ്മളെന്താ ഇവിടെ? ഇറങ്ങാൻ നോക്ക്. കാറിൽ നിന്ന് ഇറങ്ങി യാദവ് വീട് തുറന്നു. ദക്ഷ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീടിനകത്തേക്ക് കയറിപ്പോയി. കൂടെ യാദവും. ബാത്റൂമിൽ കയറിയ ദക്ഷ ഫ്രഷ് ആയതിനു ശേഷം ബെഡിലേക്ക് വന്ന് കിടന്നു. കട്ടിലിൽ കിടക്കുന്ന അവളുടെ അടുത്തേക്ക് അവൻ വന്നു. കയ്യിലുണ്ടായിരുന്ന ടാബ്ലറ്റ് അവൾക്ക് നേരെ നീട്ടിയവൻ. അവളൊന്നും മിണ്ടാതെ അത് വാങ്ങി കഴിച്ചു. അവൾക്ക് നേരെ വെള്ളം നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ദക്ഷ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അത് വാങ്ങി കുടിച്ചു. ക്ഷീണവും വേദനയും കാരണം അവൾ അങ്ങനെ കിടന്നുറങ്ങി. ഡ്രസ്സ് മാറിയതിനു ശേഷം അവളുടെ അടുത്തായി അവനും വന്ന് കിടന്നു. അവളെ ചേർത്ത് പിടിച്ച് അവനും ഉറങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ദക്ഷ എപ്പോഴും എഴുന്നേറ്റു. യാദവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലായി കിടക്കുന്ന അവളൊന്ന് ഞെട്ടി എഴുന്നേറ്റു. നഗ്നനായിരുന്ന അവനെ അവളൊന്ന് നോക്കി.